കേരള ഗവൺമെന്റിന്റെ ഒരു ഉന്നതി സ്കോളർഷിപ്പ് ഉണ്ട്. 25,000 പൗണ്ട് വരെ നമുക്ക് ഈ സ്കോളർഷിപ്പ് സ്കീമിന്റെ കീഴിൽ നമുക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സപ്പോർട്ട് കിട്ടും. ഇതിനെക്കുറിച്ച് അധികം ആൾക്കാരും അവെയർ ഒന്നുമല്ല. അപ്പൊ കഴിഞ്ഞ വർഷം ഒരു 140 സ്റ്റുഡൻസിന് ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇത് അറിയാതെ പോയതുകൊണ്ട് തന്നെ അത്രയും ഓപ്ഷൻസ് അവരുടെ ലാപ്സ് ആയി പോവുക ചെയ്തത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60% സ്കോളർഷിപ്പ് ഫണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലാപ്സ് ആയി പോവുക. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും ഈ ഫണ്ട് എല്ലാം ലാപ്സ് ആയി പോകുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രൈ ചെയ്യും അറ്റ്ലീസ്റ്റ് ഇല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഉന്നതി സ്കോളർഷിപ്പിനൊന്നും വലിയ സ്കോർ വേണം, 90% മുകളിലോ 100% സ്കോർ ഒന്നും ആവശ്യമില്ല. ശരിക്കും 65% മാർക്കുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ SC/ST കാറ്റഗറിയാണ് അവർ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് SC/STക്കാർക്ക് മാത്രമുള്ളതല്ല, ഇപ്പോൾ പല കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന്, ഇപ്പോൾ ആർട്സ് കോഴ്സ് നോക്കുന്നവർക്ക്, STEM പ്രോഗ്രാം നോക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്നത് STEM റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ അത്രയും തന്നെ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇതിനെ കുറിച്ചുള്ള ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിഞ്ഞ് ഇത് സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ ഈ പോർട്ടൽ ലോഞ്ച് ചെയ്യാന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾമോസ്റ്റ് 20,000+ സ്കോളർഷിപ്പ് സ്കീംസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് STEM പ്രോഗ്രാമിലുള്ള കോഴ്സുകളിലാണ്. ഈ സ്കോളർഷിപ്പ് സ്കീംസ് ഒന്നും നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാത്തത്. ഇപ്പൊ നെക്സ്റ്റാരയുടെ പോർട്ടൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, മാർക്ക്, നിങ്ങളുടെ റിക്വയർമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് AI ഫിൽട്രേഷൻ കൂടെ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് സ്കീംസ് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് തരും. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സ്കോളർഷിപ്പ് പോർട്ടലിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും.